السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين أما بعد. പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ, ഇവിടെ ഈ പ്രഭാഷണം ദൂരെ ഇരുന്നു പോലും ശ്രദ്ധിക്കുന്ന സ്നേഹനിധികളായ നാട്ടുകാരെ, നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ രാജ്യം 77ാമത് റിപ്പബ്ലിക് ദിനത്തിൻ്റെ നിറവിലാണ്. ഭാരതം ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായി മാറിയതിൻ്റെ സ്മരണ പുതുക്കുന്ന ഈ ദിനത്തിൽ നാം ഇന്ത്യക്കാർ ഏകോദര സഹോദരങ്ങളെന്ന ഈ പ്രമേയം ചർച്ച ചെയ്യുന്നത് അങ്ങേയറ്റം കാലിക പ്രസക്തമാണ്. ഇസ്ലാം എന്ന പദത്തിൻ്റെ അർത്ഥം തന്നെ സമാധാനം എന്നുള്ളതാണ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം മാനവികതയും രാജ്യസ്നേഹവും അവൻ്റെ ഈമാനിൻ്റെ അഥവാ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് എന്ന് തിരിച്ചറിവുള്ളവരാണ് നാം ഓരോരുത്തരും. മനുഷ്യരെ പരസ്പരം ഭിന്നിപ്പിക്കുകയും വെറുപ്പ് പടർത്തുകയും ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ ഇസ്ലാം വിഭാവനം ചെയ്യുന്ന സാഹോദര്യത്തിൻ്റെ വലിയ കാലിക പ്രസക്തമായ ഈ വിഷയം ഇന്നിവിടെ ചർച്ച ചെയ്യുമ്പോൾ അത് മനസ്സിലാക്കുകയും കൃത്യമായി അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ ഒരു പരിവർത്തനത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് പ്രസക്തമായ ഒരു കാര്യമുണ്ട്. വിശുദ്ധ ഖുർആൻ അല്ലാഹുവിനെ പരിചയപ്പെടുത്തുന്ന ചിലയിടങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും, റബ്ബുൽ ആലമീൻ, സർവലോക രക്ഷിതാവ് എന്നുള്ളതാണ്. സർവലോകരുടെയും രക്ഷിതാവ്, സർവലോകർക്കും കാരുണ്യം കാണിക്കുന്നവൻ, സകല ലോകരോടും അങ്ങേയറ്റം സ്നേഹവും കരുണയും കാണിക്കുന്നവൻ എന്നുള്ളതാണ്. അതല്ലാതെ റബ്ബുൽ മുസ്ലിമീൻ എന്ന് നമുക്ക് കാണാൻ സാധിക്കില്ല. മുസ്ലിമീങ്ങളുടെ മാത്രം രക്ഷിതാവ് എന്നുള്ളതല്ല, റബ്ബുൽ ആലമീനാണ്, സർവലോക രക്ഷിതാവ് എന്നുള്ളതാണ് പരിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹുജറാത്ത് ഇതിന്റെ 13ാമത്തെ വചനം ഇങ്ങനെ നാം പല ആവർത്തി ഇങ്ങനെ വായിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു വിഷയം, പരിശുദ്ധ ഖുർആനിലൂടെ റബ്ബ് സുബ്ഹാനഹു വ തആല പറയുകയാണ്, യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ, നിങ്ങളെ തീർച്ചയായും ഒരു ആണിൽ നിന്നും പെണ്ണിൽ നിന്നുമായി സൃഷ്ടിച്ചിരിക്കുന്നു. വജഅൽനാകും ശുഊബൻ വ ഖബായില ലിതആറഫു, നിങ്ങളെ എന്തിനു വേണ്ടിയാണ് വിവിധ ഗോത്രങ്ങളും വിവിധ സമുദായങ്ങളും വിവിധ രൂപത്തിൽ നിങ്ങളിങ്ങനെ വിഭാഗിച്ചിരിക്കുന്നത്? എന്തിനു വേണ്ടിയാണ്? ലിതആറഫു, നിങ്ങൾ പരസ്പരം തിരിച്ചറിയപ്പെടാൻ വേണ്ടി മാത്രമാണ്. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ആദരണീയൻ ആരാണെന്നറിയോ? റബ്ബിനെ ഭയന്നുകൊണ്ട്, റബ്ബിനെ സൂക്ഷിച്ചുകൊണ്ട്, ഏറ്റവും നല്ല ശ്രദ്ധയോടുകൂടി ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നവൻ ആരുണ്ടോ അവനാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമനായ മനുഷ്യൻ എന്നുള്ളത് നമുക്ക് പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളിൽ കാണാൻ സാധിക്കും. ഈ ആയത്തിലൂടെ ഖുർആൻ വർഗവർണ്ണ വിവേചനത്തിന്റെ സകല മതിലുകളെയും തകർത്തെറിയുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു വിഷയമാണ്. നമ്മുടെ നിറമോ, നമ്മുടെ ജാതിയോ, നമ്മുടെ ഭാഷയോ, നമ്മുടെ വർണ്ണമോ വർഗമോ ഒന്നും തന്നെ യാതൊരു വിധത്തിലും നമ്മെ വിഭജിക്കാൻ പാടില്ലാത്തൊരു വിഷയമാണ് എന്നുള്ളത് കൃത്യമായി നമുക്ക് കാണാൻ സാധിക്കും. നാം ഏകോദര സഹോദരങ്ങളായിക്കൊണ്ട്, ഒരൊറ്റ മാതാവിൻ്റെയും പിതാവിൻ്റെയും മക്കളായിക്കൊണ്ട് വലിയ രൂപത്തിലുള്ള സ്നേഹബന്ധങ്ങൾ പാരസ്പര്യം കാഴ്ചവെച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിരിക്കണം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ വിടവാങ്ങൽ പ്രസംഗത്തിൽ പറഞ്ഞ വാക്കുകൾ എന്നും ലോകത്ത് തിളങ്ങി നിൽക്കുന്ന മഹിതമായ വചനങ്ങളാണ്. യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, മുഴുവൻ ലോക മനുഷ്യരെ മുഴുവനും വിളിച്ചുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ. ഇന്ന റബ്ബക്കും വാഹിദ് വ ഇന്ന ആബാക്കും വാഹിദ്, നിങ്ങളുടെ രക്ഷിതാവ് ഏകനാണ്, നിങ്ങളുടെ പിതാവ് ഏകനാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അലാ ലാ ഫളല ലിഅറബിയ്യിൻ അലാ അജമിയ്യിൻ വലാ ലിഅജമിയ്യിൻ അലാ അറബിയ്യിൻ വലാ ലിഅഹ്മറ അലൽ അസ്വദ വലാ ലിഅസ്വദ അലൽ അഹ്മറ ഇല്ലാ ബിത്തഖ്വ, നിങ്ങളുടെ കൂട്ടത്തിൽ അനറബിക്ക് അറബിയേക്കാളോ അറബിക്ക് അനറബിയേക്കാളോ വെളുത്തവന് കറുത്തവനേക്കാളോ കറുത്തവന് വെളുത്തവനേക്കാളോ നിറത്തിന്റെ പേരിലോ ഭാഷയുടെ പേരിലോ വർഗത്തിന്റെ പേരിലോ വർത്തിന്റെ പേരിലോ യാതൊരു വിധത്തിലുള്ള വിവേചനവുമില്ല എന്നുള്ളത് കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കണം. ഇല്ലാ ബിത്തഖ്വ, ആരാണോ സൂക്ഷ്മമായ ജീവിതം നയിക്കുന്നത്,
ആ മനുഷ്യൻ മാത്രമാണ് യഥാർത്ഥമായ വിജയത്തിലേക്ക് എത്തുന്നത്. ആ തഖ്വയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഏറ്റവും നല്ല വ്യക്തിത്വമായി നിങ്ങൾ മാറുന്നത് എന്നതുകൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ വിശാലമായ മാനസിക ബോധമാണ് ഇസ്ലാഹി പ്രസ്ഥാനം എന്നും ഉയർത്തിപ്പിടിക്കുന്നത്. ഇന്ത്യയെ പോലെയുള്ള വൈവിധ്യങ്ങൾ നിറഞ്ഞ ഒരു രാജ്യത്ത് ഭരണഘടന വാഗ്ദാനം ചെയ്യുന്ന തുല്യതയും സാഹോദര്യവും കാത്തുസൂക്ഷിക്കാൻ ഓരോ വിശ്വാസിയും അവരുടെ ബാധ്യതയാണ് എന്നുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന സാഹോദര്യം എന്നത് ഖുർആൻ ഉയർത്തിപ്പിടിക്കുന്ന ഇതേ മൂല്യങ്ങളാണ് എന്നുള്ളത് കൂടി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളുവാനും എല്ലാവർക്കും തുല്യനീതി ഉറപ്പാക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. സമുദായങ്ങൾക്കിടയിൽ പല രൂപത്തിലുള്ള വിള്ളലുകൾ സൃഷ്ടിക്കാൻ വേണ്ടി മനഃപൂർവ്വം കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന ചില ആളുകളുണ്ട്. ഇവർ വർഗീയതയുടെ വിഷങ്ങൾ നമുക്കിടയിൽ ഇങ്ങനെ കുത്തിവെച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെ പ്രതിരോധിക്കാൻ സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഐക്യത്തിന്റെയും ഭാഷ നാം ശീലിക്കേണ്ടതുണ്ട്. നമ്മുടെ ജീവിതത്തിന്റെ അത് പ്രാവർത്തികമാക്കേണ്ടതുണ്ട്. ഈ റിപ്പബ്ലിക് ദിനത്തിൽ മദ്രസത്തു തൗഹീദും KNM മുളവൂർ യൂണിറ്റും ഈ പരിപാടി സംഘടിപ്പിച്ചത് ഇത്തരം മൂല്യങ്ങൾ സമൂഹത്തിലേക്ക് പകർന്നു നൽകാൻ വേണ്ടിയാണ്. ഇതോടുകൂടി ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഇന്നിവിടെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം നാം ഇന്ത്യക്കാർ ഏകോദര സഹോദരങ്ങൾ എന്നുള്ളതാണ്. ഈ വിഷയം ഇവിടെ ഇന്ന് ചർച്ച ചെയ്യുമ്പോൾ അതിൽ നിന്ന് കൃത്യമായ കാമ്പുകൾ ഉൾക്കൊണ്ടുകൊണ്ട് വലിയ സാഹോദര്യത്തിന്റെ ഐക്യത്തിന്റെ കൈകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടായിരിക്കണം ഇവിടെ നിന്ന് നമ്മൾ മടങ്ങിപ്പോകേണ്ടത്.